ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എനിക്ക് പണിയൊന്നും കിട്ടാല്ല ഏട്ടാ. നല്ല ജോലിയൊന്നും കിട്ടാല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഏതായാലും എൻ്റെ കൂട്ടുകാരൻ്റെ ഷോറൂമിലേക്ക് പോവാ. എൻ്റെ കൂട്ടുകാരന് പിന്നെ സ്വന്തമായിട്ട് ഷോറൂമൊക്കെ ഉണ്ട്. അപ്പം പിന്നെ എനിക്ക് ഒരു പണി തന്നു. അത് എന്തോ വണ്ടികൾ ഡെലിവറി ചെയ്യണ പണിയാ. നമുക്കപ്പോൾ അതങ്ങ് ചെയ്യാം. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ ഷോറൂം. ഇവിടെ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 സൂപ്പർ കാർ ഉണ്ട്. നമുക്കിന്ന് ഈ കാണുന്ന കാറുകളൊക്കെ ഡെലിവറി ചെയ്യണം. അതാണ് ഇന്നത്തെ പണി. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ പണി അങ്ങ് ചെയ്യാം. ഈ പണി വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ ചെയ്താലേ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. കാരണം ഇതൊക്കെ എക്സ്പെൻസീവ് കാറാണ്. ഇവിടെ ഫെറാറി ഉണ്ട്, മസ്റ്റാങ് ഉണ്ട്, പിന്നെ സുപ്രീം. ഇത് 3ഉം എക്സ്പെൻസീവ് കാറാ. ഇതൊക്കെ നമുക്ക് സേഫായിട്ട് ഡെലിവറി ചെയ്യണം. സേഫായിട്ട് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ക്യാഷ് കിട്ടും. അല്ല, അവനെവിടേക്ക് പോയേ? എൻ്റെ കൂട്ടുകാരനെ കാണാല്. എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ കാണുന്ന 3 സൂപ്പർ കാറില്ലേ, ഇതൊക്കെ സേഫായിട്ട് ഡെലിവറി ചെയ്യണം. അഥവാ ഒരു ചെറിയ സ്ക്രാച്ച് വന്നാ പിന്നെ പണിപ്പാളി, നമുക്ക് വലിയ നഷ്ടം വരും. അത് മാത്രല്ല, നിനക്ക് കാശും കിട്ടില്ല. അതുകൊണ്ട് നോക്കിയും കണ്ട് വേണം ഈ വണ്ടികൾ ഡെലിവറി ചെയ്യാനായിട്ട്. ആടാ, അതൊക്കെ ഞാൻ ഏറ്റു. ഈ വണ്ടികളൊക്കെ ഞാൻ നോക്കിയും കണ്ട് ഡെലിവറി ചെയ്യാം. ഒരു സ്ക്രാച്ച് പോലും വരില്ല. അല്ല, ഈ പണി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടാ? ഈ പണി ചെയ്താലേ നിനക്ക് ഞാൻ 25 ലക്ഷം തരാം. 25 ലക്ഷം? ശരി, 25 ലക്ഷം നല്ലൊരു എമൗണ്ടാ. എന്നാൽ പിന്നെ ഞാൻ ഈ പണി അങ്ങ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ട്രക്കൊക്കെ സെറ്റ് ചെയ്തുട്ടാ. നമ്മൾ ഈ കാണുന്ന ട്രക്കിലാണ് ഈ 3 വണ്ടികൾ ഡെലിവറി ചെയ്യണേ. ഈ ട്രക്കിന് പിന്നെ അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടാ. ഈ 3 വണ്ടികളൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. Meanwhile, ഓക്കെ, ഇവിടെ ഞാൻ ഈ 3 കാറും ട്രക്കിൽ കയറ്റിയേക്കാണ് കേട്ടാ. ഇത് ട്രക്കിലേക്ക് കയറ്റാനായിട്ട് ഇച്ചിരി പാടുപെട്ടു. എന്നാലും കുഴപ്പമില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ 3 വണ്ടികളും ഡെലിവറി ചെയ്യാം. അവൻ പിന്നെ ലൊക്കേഷനൊക്കെ അയച്ചുന്നുണ്ട് കേട്ടാ. നമുക്കപ്പോൾ നേരെ ആ ലൊക്കേഷനിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ പിന്നെ നമുക്ക് സുപ്ര ഡെലിവറി ഉണ്ട്. നമ്മളങ്ങനെ സുപ്ര ഡെലിവറി ചെയ്തു. ഈ ലൊക്കേഷൻ പിന്നെ ഷോറൂമിൻ്റെ അടുത്ത വരണേ. ഈ വണ്ടിയുടെ ഓണറിന് ഷോറൂമിലേക്ക് വന്ന് ഡെലിവറി എടുത്താൽ മതിയായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, അത് അയാളുടെ ഇഷ്ടം. പിന്നെ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല, ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമ്മുടെ ഈ കാണുന്ന സെക്കൻഡ് ചാനലിൽ 20K സബ്സ്ക്രൈബേഴ്സ് അടിച്ചേക്കാ. ഇനി അടുത്തത് റോഡ് ടു 30K. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. ഈ വീട്ടിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇവിടുത്തെ ഓണർ പിന്നെ മസ്റ്റാങ്ക ബുക്ക് ചെയ്ത്. നമുക്കപ്പോൾ ഈ മസ്റ്റാങ് അങ്ങ് താഴ്ത്തിക്ക് ഇറക്കാം. നമുക്ക് ഈ വണ്ടിയില്ലേ, ഇത് പതുക്കെ താഴ്ത്തിക്ക് ഇറക്കാം. ഈ വണ്ടിക്ക് പിന്നെ സ്ക്രാച്ച് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ചെറിയ സ്ക്രാച്ച് വന്നാൽ മതി, പിന്നെ പണിപ്പാളി. ഈ വണ്ടിക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ വീടിൻ്റെ ഗ്യാരേജ് എവിടെയാണാവോ? തൽക്കാലം നമുക്ക് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഓണർ വന്നിട്ട് എടുത്തുകൊണ്ട് പൊക്കോളും. ഇനി ഈ ഒരു ഫെറാറി മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് അതും കൂടി പോയിട്ട് ഡെലിവറി ചെയ്യാം. ഇവിടെ ഇപ്പോൾ അടുത്ത ലൊക്കേഷനില്ലേ, അത് എൻ്റെ വീടിൻ്റെ അടുത്താണ് കാണിക്കണേ. എൻ്റെ വീടിൻ്റെ അടുത്ത് മറ്റേ സ്റ്റണ്ട് റേസ് ഒക്കെ നടത്തുന്ന സ്ഥലമുണ്ട്. ആ ഭാഗത്ത് തന്നെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിലുള്ള ആളെ ഈ ഫെറാറി ബുക്ക് ചെയ്ത്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ ഫ്ലാറ്റിൻ്റെ അവിടേക്ക് പോവാം. എന്നിട്ട് ഈ ഒരു കാറും കൂടി ഡെലിവറി ചെയ്യാം. അതോടെ എൻ്റെ ഇന്നത്തെ പണി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലാറ്റ്. നമുക്ക് ഈ ഫെറാറി ഇവിടെ ഡെലിവറി ചെയ്യാം. ഈ വണ്ടിക്ക് പിന്നെ തീരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. അടി തട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ. ഈ ഫെറാറിയും കൂടിയും ഞാൻ അങ്ങനെ ഡെലിവറി ചെയ്തേക്കാണ് കേട്ടാ. നമ്മുടെ ഇന്നത്തെ പണി അങ്ങനെ കഴിഞ്ഞു. നമുക്കപ്പോൾ ഈ ട്രക്ക് എടുത്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ആ പൈസ ഇങ്ങ് മേടിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഷോറൂമിലേക്ക് വന്നേക്കാണ്. അല്ല, അവനെവിടെയാ? അവനെ ഇവിടെ ഒന്നും കാണാലല്ലോ. ഒരു മിനിറ്റ്, നമുക്കവനെ വിളിച്ചു നോക്കാം.
ഹലോടാ, അതെ, നീ പറഞ്ഞ പണി ഞാൻ ചെയ്തു. പൈസ എവിടെയാ? ആ, പൈസയല്ലേ? പൈസ ഞാൻ എൻ്റെ ഓഫീസിലില്ലേ? ഓഫീസിൽ ഒരു ബാഗിൽ വെച്ചിട്ടുണ്ട്. നീ അത് പോയിട്ട് എടുത്തോ. ആടാ, ഞാൻ പോയിട്ട് എടുത്തോളാം. ഓക്കെ, ഇവിടെ എനിക്ക് ക്യാഷൊക്കെ കിട്ടിയേക്കാണ് കേട്ടാ. ഈ ബാഗിൻ്റെ അകത്ത് ക്യാഷ് ഉണ്ട്. ഇത് പിന്നെ ചെറിയൊരു ബാഗാ. ഇതിൻ്റെ അകത്ത് 25 ലക്ഷം ഉണ്ടാവില്ലേ? ആ, ഉണ്ടാവും. ഉണ്ടാവുമെന്ന് വിചാരിക്കണു. എന്തേലും ആവട്ടെ. അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.